രാജീവൻ ചേട്ടാ, നമ്മൾ രാവിലെ സംസാരിച്ചതാണ് പശ്ചിമേഷ്യയിലെ യുദ്ധം അതിന്റെ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും അവസാനത്തെ നിമിഷത്തിൽ നമുക്ക് കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് നതാൻസ് ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ആക്രമിച്ചിട്ടുണ്ട്, കൺഫേം ചെയ്തിരിക്കുന്നു. അതായത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് യുദ്ധം ഗൾഫ് മേഖലകളെയും കടന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എത്തിയ ഒരു സാഹചര്യത്തിൽ ഇനിയും ഇത് അധികം നാൾ മുന്നോട്ട് പോകാതെ ഏതെങ്കിലും ഒരു സമവായ ചർച്ചയിലേക്ക് എത്തി യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളതായിരുന്നു. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, അങ്ങനെ ഒരു സാഹചര്യമില്ല. ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു അവർ യുദ്ധം നിർത്താൻ തയ്യാറല്ല എന്ന് പറയുന്നു. ഇസ്രായേലും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഏറ്റവും നിർണായകമായിട്ടുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാവിലെ പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കാനും സൈനികരെ പിൻവലിക്കാനും താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ തൊട്ട് അടുത്ത മിനിറ്റിൽ നമുക്കറിയാം കാർഗിൽ ദ്വീപ് ലക്ഷ്യമാക്കിക്കൊണ്ട് കൊണ്ടുവരികയാണ്. അതായത് യുഎസിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള യുദ്ധക്കപ്പൽ ട്രിപ്പോളിയുമായി 2500 മറീനുകൾ ആണ് എത്താൻ പോകുന്നത്. ഈ മറീനുകളുടെ ഒരു പ്രധാനപ്പെട്ട ഗുണം ഒന്ന്, അവർ ഈ കടലിൽ കൂടിയാണ് സഞ്ചരിക്കുക. കടലിൽ സഞ്ചരിച്ചവർ കരയിലുള്ള ഓപ്പറേഷനും എക്സ്പേർട്ടുകളാണെന്നുള്ളതാണ്. അവർക്ക് കടൽ യുദ്ധത്തിനും പറ്റും കരയുദ്ധത്തിനും പറ്റുന്ന രീതിയിലാണ് അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളുമെല്ലാം. അവർ സെപ്പറേറ്റ് വിങ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലൊന്നുമല്ല. പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യോമസേന ദുർബലമാണ്. കരസേന നാവികസേന കുഴപ്പമില്ല, പക്ഷേ കുറേ കപ്പലുകൾ മുക്കിക്കഴിഞ്ഞ്. പക്ഷേ അവരുടെ കരസേന അതിശക്തമാണ്. ഏതാണ്ട് 11 ലക്ഷത്തോളം അംഗങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ കരസേനയ്ക്ക് ഇറാൻ്റെ. അത് 3 വിഭാഗങ്ങളായിട്ട് IRGC ഉൾപ്പെടെ 3 വിഭാഗങ്ങളുണ്ട്. ഇവരെ കരമാർഗം നേടുക അത്ര എളുപ്പമല്ല എന്നാണ് നമ്മളിപ്പോൾ കാര്യങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കുന്നത്. അടുത്തടുത്തുള്ള 2 രാജ്യങ്ങൾ തമ്മിലാണ് കരയുദ്ധങ്ങൾ, കുഴപ്പമില്ല. പക്ഷേ ഇറാനിലേക്ക് പോയി അറ്റാക്ക് ചെയ്യുമ്പോൾ ഇത്രയും അധികം കരയുദ്ധത്തിലേക്കുള്ള ആളുകൾ മതിയാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ളൊരു ബാക്കപ്പ് ഒക്കെ ഉണ്ടാക്കണം. ഇപ്പൊ തന്നെ ബില്യൺസ് ആയി വീണ്ടും അങ്ങോട്ട് സഹായം സെനറ്റിനോട് ചോദിച്ചിരിക്കുകയാണ്, പൈസ. അപ്പോൾ അടിയന്തരമായി ഫണ്ടുകൾ ആവശ്യമുണ്ട് എന്നും ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഒരു കണക്കുകളൊന്നുമല്ല ഇതിന്റെ. ഒരു ലോകത്തിന് തന്നെ വിശപ്പ് മാറ്റാൻ പറ്റുന്ന പണമാണ് ഇവിടെ കൊണ്ടുവന്ന് യുദ്ധം നടത്തി പൊടിച്ചു കളയുന്നത്. 12 ബില്യൺ എന്തോ കഴിഞ്ഞു. അതെ, നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്ത രസകരമായ വാർത്ത നമുക്ക് കിട്ടിയൊരു വാർത്ത, ഈ ഒരു ഡ്രോൺ ഉണ്ടാക്കാൻ ഈ ഇറാന് വേണ്ടത് ചില $30,000. ഇത് ഒരു ഡ്രോണിനെ തകർക്കാൻ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മറ്റേ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് ചിലവ് 40 ലക്ഷം രൂപയാണ്. എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കും. ഒരു ഡ്രോണിനെ തകർക്കാൻ 40 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അത് നിർമ്മിക്കാൻ $30,000. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വിലയോ അതിന് വരുന്ന ചെലവോ ഒന്നുമല്ല. അങ്ങനെ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യുദ്ധം ഉടനെ അവസാനിക്കില്ലെന്നല്ലേ. അല്ല, അതാണ് നമ്മുടെ പ്രതീക്ഷകളെല്ലാം ഇല്ലാതാവുന്ന രീതിയിലാണ് ഇപ്പോൾ. ഇന്നിപ്പോൾ രാവിലെ നമ്മളൊക്കെ വളരെ സന്തോഷിച്ച കാര്യം, മൊത്തത്തിൽ ഇന്റർനാഷണൽ വാർത്തയെ കാണുമ്പോൾ ട്രംപ് ഏതാണ്ട് അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലാണ്. ട്രംപിനെ വിശ്വസിക്കാൻ പാടില്ല, മനസ്സിലായി. ട്രംപിനെ വിശ്വസിക്കാൻ പാടില്ല. പിന്നെ ഇറാൻകാർക്ക് മനസ്സിലായി. കാരണം ഇറാനിൽ ജനങ്ങൾ പ്രതിഷേധം ഇറങ്ങിയപ്പോൾ നിങ്ങൾ ഇറങ്ങിക്കോ, ഞങ്ങൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ ഇത്രയും പ്രതിഷേധം ശക്തി കൂടിയപ്പോൾ ട്രംപ് അതൊക്കെ സമാധാനം പറഞ്ഞ് സമ്മതം കഴിക്കുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ ആക്രമിച്ചു. ഇപ്പോൾ വരുന്ന വാർത്ത എന്ന് വെച്ചാൽ ഇസ്രായേൽ പറഞ്ഞതുകൊണ്ട് ട്രംപ് ആക്രമണത്തിന് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, ട്രംപിനെതിരെ വ്യാപകമായ പ്രതിഷേധം അമേരിക്ക നടക്കുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നഷ്ടപ്പെട്ടു. യുദ്ധത്തിനെ വിമർശിച്ചുകൊണ്ട് യുദ്ധം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിന്റെ ഭരണസമിതിയിലുള്ള ഒരുപാട് ആളുകൾ ഇപ്പൊ രാജിവെച്ച് ഒഴിഞ്ഞുപോയി. രാവിലെ പറഞ്ഞ പോലെ ബോർഡ് ഓഫ് പീസ് രൂപീകരിച്ച ആളാണ്. അതാണ്, അല്ല, രാജിവെച്ച് ഒഴിഞ്ഞുപോയി നിരവധി ആളുകൾ. ട്രംപിൽ പോകുന്ന ആൾക്കാരെല്ലാം പോട്ടെ, അവരൊക്കെ യൂസ്ലെസ് ആണെന്നാണ് പറയുന്നത്. അവർ പുറകെ നടന്ന് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ് മാറുന്നത്. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ഒരു തമാശ രൂപേണ പറയുന്നു. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതൊക്കെ ഒന്ന് റീബിൽഡ്, ഞാൻ പറഞ്ഞ ഇറാന്റെ ഇസ്ലാമിക് റെജിമിനെ കുറിച്ചല്ല, അവിടെയുള്ള ആളുകൾ അതിനു മുൻപ് തന്നെ പട്ടിണിയും പരിവട്ടവും ഏറ്റവും ഭീകരമായിട്ടുള്ള വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കാരണം മുടിഞ്ഞിരിക്കുന്ന ജനങ്ങളുടെ മേലാണ് യുദ്ധം കൂടി. മാത്രമല്ല ഒരു കാര്യം നമ്മളിപ്പോഴും ചിന്തിക്കണം, പഴയ കാര്യം ആലോചിക്കുമ്പോൾ ഇറാൻ ഇറാഖ് യുദ്ധം എത്ര വർഷം നീണ്ടു, ആ രാജ്യത്തിന് എന്തോത്തെ നഷ്ടമുണ്ടായി. ഇറാൻ എന്ന് പറയുന്നത് നമുക്കറിയില്ല, പഴയ പേർഷ്യയാണ്. നമ്മൾ പേർഷ്യ പോകണമെന്ന് പറഞ്ഞാൽ ഈ പേർഷ്യയാണ് ഇറാൻ. വലിയൊരു സാംസ്കാരിക പാരമ്പര്യം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ആ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ അടയാളങ്ങളെല്ലാം തന്നെ നശിപ്പിച്ചിറങ്ങിയെന്നാണ് പറഞ്ഞത്. ഇവർ യുദ്ധം ചെയ്ത് എല്ലാം പോയി. യുദ്ധം ചെയ്യാന്ന് പറയുമ്പോൾ ഇവർ നശിപ്പിച്ചല്ലോ, നശിപ്പിക്കാനുള്ളതെല്ലാം തീർത്ത് കളഞ്ഞതിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ആരംഭിച്ച യുദ്ധമാണ് എന്നും ഒരിക്കലും അമേരിക്കയ്ക്ക് ഇറാൻ ഒരു പ്രത്യക്ഷത്തിൽ ഒരു എതിരാളി ആയിരുന്നില്ല. കരമാർഗവുമല്ല വ്യോമമാർഗവുമല്ല, ഒരർത്ഥത്തിലും ഇറാൻ ഒരിക്കലും അമേരിക്കയുടെ ഒരു പ്രതിയോഗിയായിരുന്നില്ല. അപ്പോൾ തങ്ങളുടെ നേരെയുള്ള ശത്രുവല്ലാത്ത ഒരു രാജ്യത്തിന് വേണ്ടി എന്തിനാണ് അമേരിക്ക ആക്രമിക്കുന്നത്
എന്നാണ് സ്വാഭാവികമായ ചോദ്യം. ആ ചോദ്യം ഉയർത്തി അവിടുന്ന് രാജികൾ ധാരാളമായി വരികയാണ്. ഉയർന്ന പദവി കളിക്കുന്നവരോട് രാജിവെച്ചു. മാത്രമല്ല ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് അമേരിക്കയും സാമ്പത്തിക മേഖല വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. നികുതി വർദ്ധിപ്പിക്കുന്നുണ്ട്, സാധാരണ വില കയറുന്നുണ്ട്. ഇതുകൊണ്ട് അമേരിക്ക പ്രത്യേകിച്ച് എന്തെങ്കിലും നേടാനുണ്ടോ എന്ന് വെച്ചാൽ നേടാനൊന്നുമില്ല. അപ്പോൾ ഞങ്ങളാണ് ഇതിന്റെ ഏറ്റവും വലിയ ഡോൺ എന്ന് കാണിക്കാനുള്ള ഒരു അതാണ് ലോക പോലീസ് ആയിട്ടുള്ള ഒരു സ്ഥാപിക്കലിന്റെ ഭാഗമായി മാത്രമാണ് ഇതെന്നാണ് ഉള്ളത്. പക്ഷേ ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം, കരയുദ്ധം കൂടി ആരംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാനെപ്പോഴും സൈനികരെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അതായത് പാവങ്ങൾ, അവര് എപ്പോഴും ലോകത്തെമ്പാടും ഏറ്റവും കൂടുതൽ ദുരിതത്തിൽ പോകുന്ന ആളുകളാണ്. സൈനികരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് US-നാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് എല്ലായിടത്തും ബേസുകളുള്ളത്. ഈ ബേസുകളെല്ലാം പണിയെടുക്കുന്ന ആളുകളെ പ്രധാനമായിട്ടും ഈ ട്രിപ്പോളിയിലേക്ക് വരുന്നത് ജപ്പാൻ ഒക്കിനാവയിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒക്കിനാവയിൽ നിന്ന് വരുന്ന ആളുകൾ 2500 മറീനുകൾ അവരുടെ ബേസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം, ശ്രീലങ്കയോട് വ്യോമമാർഗം ഉപയോഗിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അവരെ സംബന്ധിച്ച് ഭയമുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാൾ അമേരിക്കയും അല്ലെങ്കിൽ പ്രതിരോധ വിദഗ്ധരൊക്കെ പറഞ്ഞത് 2000 കിലോമീറ്റർ ദൂരം വരെ പായുന്ന മിസൈലുകളെ ഉള്ളൂ എന്നുള്ളതാണ്. 4000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തത്ര വലിയ എത്ര ദൂരത്താണ് പറഞ്ഞു പറഞ്ഞാൽ ആലോചിച്ചു. 4000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട. അതുപോലെ ഈ കൂട്ടത്തിൽ ഒരു കാര്യം ആഡ് ചെയ്യേണ്ടത്, ഇപ്പോൾ അമേരിക്കൻ മറൈൻസ് വരുന്നത് കരയുദ്ധത്തിന് വരുന്നു എന്ന് പറയുന്നു. ഈ ഇറാൻ്റെ ഭൂപ്രകൃതി അമേരിക്കൻ ഭൂപ്രകൃതി അല്ല, വല്ലാത്ത ഭൂപ്രകൃതിയാണ്. അവിടെ പർവ്വതങ്ങളും മലനിരകളും ആകപ്പാടെ ഇവർക്ക് ആ സ്ഥലത്ത് പരിചയമില്ലെങ്കിൽ മരുഭൂമി എല്ലാം കൂടെ ഇവർ പെട്ടു ശരിക്കും പറഞ്ഞാൽ അവിടെ യുദ്ധം ചെയ്യാൻ വന്ന അവരാ നാട്ടുകാരായതുകൊണ്ട് അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റും. ഇത് പണ്ട് നെപ്പോളിയൻ അവിടെ റഷ്യയിൽ യുദ്ധം ചെയ്യാൻ പോലത്തെ അവസ്ഥയായിരിക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് കരയുദ്ധം കൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറായി. ഇപ്പം നമ്മൾ പശ്ചിമേഷ്യയിലെ സംഘർഷം എന്നൊക്കെ മാത്രം പറഞ്ഞ് നിൽക്കുന്നിടത്തു നിന്നും ഒരു പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു യുദ്ധമായി ഇത് മാറി. ഒരാഴ്ച കഴിഞ്ഞ ഒരു മാസമായി. അതെ, ഇന്നിപ്പോ 3 ആഴ്ചയായി. ഒരാഴ്ച കഴിയുമ്പോൾ ആരംഭിച്ചതാണ് യുക്രൈൻ റഷ്യ യുദ്ധം. ഇപ്പൊ 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഒരു യുദ്ധവും അങ്ങനെ പെട്ടെന്നൊന്നും തീരില്ല എന്നുള്ളതാണ്. എന്തായാലും ആശങ്കാജനകമാണ് കാര്യങ്ങൾ. ഇനി ഈ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിട്ടുള്ള വിപരീത ഫലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ലോകവ്യാപകമായി. ഇറാന്റെ ആണവ നില ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ഇനി അതിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത്, ആണവ നില ആക്രമിക്കുമ്പോൾ സംഭവിക്കാറുണ്ടാകുന്ന കാര്യം ആണവ വികരണം തന്നെയാണ്. പണ്ട് മറ്റേ ചെർണോബിൽ ആണവ നിലയം റഷ്യയിൽ തകർന്നു. ഇപ്പോഴും അതിന്റെ പ്രത്യേകത അവിടെ മാറിയിട്ടില്ല. ഒരു നാടൊഴിഞ്ഞു പോകേണ്ടി വന്നു. അപ്പോൾ അതുപോലെ ഇവിടെയും അത് സത്യമാണ് എങ്കിൽ, ഈ ആണവ നില ആക്രമിച്ചത് ശരിയാണെങ്കിൽ ഇത് വലിയ തോതിലുള്ള ആ രാജ്യത്തെ ജനങ്ങൾക്ക് മാത്രമല്ല അയൽ രാജ്യങ്ങളിലും ഒക്കെ എല്ലായിടത്തും സ്പ്രെഡാവും ഈ ആണവ വികരണം. അല്ല, അതൊരു വലിയൊരു പ്രതിസന്ധിയാണ്. ഇതൊന്നും ഇതിനൊന്നും പരിഹരിക്കാനോ ചർച്ച നടത്താൻ ആരും ഇല്ലല്ലോ എന്നുള്ളതാണ് നമ്മളിന്ന് ലോകത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി.